നമസ്കാരം, കാനഡ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാനഡയിൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് ഇന്ത്യക്കാരടക്കം 70,000-ഓളം വിദേശ വിദ്യാർത്ഥികൾ. കാനഡയ്ക്ക് പിന്നാലെ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം പരിമിതപ്പെടുത്തുവാൻ ഓസ്ട്രേലിയ വിസ ഫീസ് വർദ്ധിപ്പിച്ചു. ബഹിരാകാശത്ത് നടക്കാൻ സ്പേസ് എക്സ് ദൗത്യത്തിനോടൊപ്പം മലയാളി അന്ന മേനോൻ. എക്സ്പ്രസ് എൻട്രി 3,300 ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി. വാർത്തകൾ വിശദമായി. കാനഡയിലെ പുതിയ ഫെഡറൽ ഇമിഗ്രേഷൻ നയത്തോടെ ഇന്ത്യക്കാരടക്കം 70,000-ഓളം വിദേശ വിദ്യാർത്ഥികൾ കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെടൽ ഭീഷണി നേരിടുന്നുവെന്നാണ് റിപ്പോർട്ട്. കനേഡിയൻ സർക്കാർ സ്റ്റഡി പെർമിറ്റ് കുറയ്ക്കുകയും സ്ഥിര താമസത്തിനുള്ള അനുമതി വെട്ടിക്കുറച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കാനഡ വർക്ക് പെർമിറ്റ് അവസാനിക്കുന്നതോടെ ഈ വർഷം അവസാനം നിരവധി ബിരുദധാരികൾ നാടുകടത്തലിന് വിധേയരാകേണ്ടി വരുമെന്ന് വിദ്യാർത്ഥി അഭിഭാഷക സംഘടനയായ നൗജവാൻ സപ്പോർട്ട് നെറ്റ്വർക്ക് മുന്നറിയിപ്പിലൂടെ നൽകുന്നു. പുതിയ പ്രവിശ്യാ നയങ്ങളിലൂടെ സ്ഥിരതാമസ അപേക്ഷകളിൽ 25% സർക്കാർ കുറവ് വരുത്തിയിരുന്നത്. നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത് അപ്രതീക്ഷിത തിരിച്ചടിയായി. 2023 കാനഡയിലെ വിദ്യാർത്ഥികളിൽ 37% വിദേശ വിദ്യാർത്ഥികളാണെന്ന് കണക്ക്. ഇത് രാജ്യത്തെ ഭവനം, ആരോഗ്യ സംരക്ഷണം, മറ്റ് സേവനങ്ങൾ എന്നിവയിൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നതെന്ന് കനേഡിയൻ സർക്കാർ പറയുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാനാണ് അടുത്ത 2 വർഷത്തേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കാനഡയ്ക്ക് പിന്നാലെ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം പരിമിതപ്പെടുത്തുവാൻ ഓസ്ട്രേലിയ വിസ ഫീസ് വർദ്ധിപ്പിച്ചു. വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചു ഓസ്ട്രേലിയ. അടുത്ത വർഷം മുതൽ ഓസ്ട്രേലിയയിലേക്ക് വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 2.7 ലക്ഷമായി പരിമിതപ്പെടുത്തുവാനാണ് തീരുമാനം. വീട്ടുവാടകയുടെ കുതിച്ചുയരൽ കാരണമായ റെക്കോർഡ് കുടിയേറ്റത്തിന് പിന്നാലെയാണ് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തുവാനുള്ള തീരുമാനത്തിലേക്ക് ഓസ്ട്രേലിയ എത്തിയത്. ഈ പരിധിയിൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളും വെക്കേഷണൽ കോഴ്സുകളും പരിശീലന കോഴ്സുകളും ഉൾപ്പെടുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജേസൺ ക്ലെയർ പറഞ്ഞു. നേരത്തെയും ഓസ്ട്രേലിയയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറച്ചിരുന്നു. 2022 ഓസ്ട്രേലിയയിൽ പ്രവേശനം നേടുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 5.10 ലക്ഷമാക്കി പരിമിതപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 3.75 ലക്ഷമാക്കി കുറച്ചു. വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനോടൊപ്പം നോൺ റീഫണ്ടബിൾ വിസ ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. AUD 710 നിന്നും AUD 1600 ഫീസ് വർദ്ധിപ്പിച്ചു. ഫെബ്രുവരിയിൽ പ്രവേശനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന അറിയിപ്പാണ് ഓസ്ട്രേലിയയിലെ കുടിയേറ്റ ഏജന്റ് രജിസ്ട്രേഷൻ അതോറിറ്റി അംഗം സുനിൽ ജഗ്ഗി പറഞ്ഞു. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിലെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം വിപുലീകരിക്കുമെന്നുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യയിലേക്കുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 1.22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കുന്നത്. കാനഡ, അമേരിക്കൻ, ലണ്ടൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ പഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയ. സമാനമായി വിദേശത്തു നിന്ന് വരുന്ന താൽക്കാലിക തൊഴിലാളികളുടെ പ്രവേശനത്തിന് കാനഡ പരിധി വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 26 മുതൽ തൊഴിലെടുത്ത ബിസിനസ് സ്ഥാപനങ്ങൾക്ക് 10% മാത്രമേ വിദേശ തൊഴിലാളികളെ അനുവദിച്ചിട്ടുള്ളൂ. നേരത്തെ ഇത് 20% ബഹിരാകാശത്ത് നടക്കാൻ സ്പേസ് എക്സ് ദൗത്യത്തിനോടൊപ്പം മലയാളി അന്ന മേനോൻ. സ്പേസ് വാക്ക് ദൗത്യ സംഘത്തിൽ മലയാളിയും സ്പേസ് എക്സൽ മെഡിക്കൽ വിദഗ്ധനും മലയാളിയുമായ ഡോക്ടർ അനിൽകുമാറിന്റെ ഭാര്യ അന്ന മേനോൻ ഉൾപ്പെട്ട 4-അംഗ സംഘമാണ് ഇന്ന് ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത്. എക്സ്പ്രസ് എൻട്രി 3,300 ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി. ഈ ആഴ്ചയിലെ 2ാമത്തെ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിലൂടെ ITA സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാൻ 3,300 ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി. ഇമിഗ്രേഷൻ, റെഫ്യൂജി, സിറ്റിസൺഷിപ്പ് കാനഡ IRCC, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് CEC ഉദ്യോഗാർത്ഥികൾക്ക് 507 എന്ന ഏറ്റവും കുറഞ്ഞ സമഗ്ര റാങ്കിംഗ് സിസ്റ്റം CRS സ്കോർ ആവശ്യമാണ്. ഈ ആഴ്ചയിലെ 2ാമത്തെ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പാണ് ഇപ്പോൾ നടന്നത്.
ഓഗസ്റ്റ് 26 നടന്ന പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം PNB നറുക്കെടുപ്പിലൂടെ 694 CRS സ്കോറുള്ള 1121 ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകിയിരുന്നു. ഒന്നിലധികം എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിലൂടെ അവസാന റൗണ്ട് ഓഗസ്റ്റ് 13, 15 തീയതികളിൽ നടന്നു. ഓഗസ്റ്റ് 15 നടന്ന നറുക്കെടുപ്പ് ഫ്രഞ്ച് സംസാരിക്കുന്നതിൽ പ്രാവീണ്യമുള്ള വിഭാഗത്തിൽപ്പെട്ട യോഗ്യതയുള്ളവർക്ക് കാറ്റഗറി അടിസ്ഥാനത്തിലാണ് നറുക്കെടുപ്പ് നടന്നിരുന്നത്. ഓഗസ്റ്റ് 13 കാനഡ 763 ഉദ്യോഗാർത്ഥികൾക്ക് PNB നറുക്കെടുപ്പിലൂടെ മാത്രം ഇൻവിറ്റേഷൻ നൽകിയിരുന്നു. ഓഗസ്റ്റ് 14 നടന്ന നറുക്കെടുപ്പിലൂടെ ഏറ്റവും കുറഞ്ഞ സ്കോർ 509 ഉള്ള 3200 കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് CEC ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി. കുറച്ച് മാസങ്ങളായി PNB CE നറുക്കെടുപ്പിലൂടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ കാനഡ ന്യൂസ് അപ്ഡേറ്റ് അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ വാർത്തകളുമായി നിങ്ങൾക്ക് മുന്നിലെത്താം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. നമസ്കാരം.